വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്, സെക്കൻഡ് ചാപ്റ്ററാണ് IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതിൽ ആദ്യത്തെ Ind AS, അതായത് നമുക്ക് പഠിക്കാനുള്ള Ind AS 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് അക്കൗണ്ടിങ് ഫോർ ഇൻവെൻട്രി ആണ്, അല്ലെ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ആണ്. ദെൻ സെക്കൻഡ് നമുക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ പഠിക്കാനുണ്ട്. Ind AS 12 ആണ്. Ind AS 12 എന്നത് ഇൻകം ടാക്സ് ആണ്. ഓക്കെ, അത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സൊസൈറ്റിയിൽ നിന്ന് കമ്പൽസറി പിടിച്ചെടുക്കുന്ന ഒന്നാണ് എന്ത് ടാക്സ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? സൊസൈറ്റിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഫ്രം ദ സൊസൈറ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി എന്ന് നമുക്ക് സിമ്പിൾ മീനിങ്ങിൽ പറയാം. ഈ ടാക്സ് തന്നെ രണ്ട് തരമുണ്ട്, ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അതിന് ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു പേഴ്സണിൽ തന്നെ ആയിരിക്കും. അതായത് ആർക്കാണോ ഇൻകം ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ അതിൻ്റെ വരുമാനമുള്ളത്, അവരെന്നെ എന്ത് ചെയ്തിരിക്കണം? ടാക്സും കൊടുത്തിരിക്കണം. അതായത് ആരുടെ മേലാണോ അത് ചുമത്തപ്പെടുന്ന ആൾ തന്നെ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് പേ ചെയ്തിരിക്കണം. അതാണ് ഡയറക്റ്റ് ടാക്സ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല, ചുമത്തപ്പെടുന്നത് വേറൊരാളുടെ മേലും കൊടുക്കുന്നത് വേറെ ആൾക്കാരുമാണ്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് അവിടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് GST ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ ഇൻകം, എത്ര ഇൻകമാണോ അദ്ദേഹത്തിനുള്ളത് അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയെങ്കിലും ജസ്റ്റ് ബേസായിട്ട് നിങ്ങൾ ടാക്സിനെ പറ്റി അറിഞ്ഞിരിക്കുക. കാരണം ഇൻകം ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എത്ര തരമുണ്ട്, അതിൽ ജസ്റ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്, പിന്നെ എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി ആയിക്കോട്ടെ, കമ്പനിയുടെ പ്രോഫിറ്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ്. എന്നാൽ ഇൻകം ടാക്സിന് വേണ്ടിയിട്ടുള്ള ടാക്സബിൾ പ്രോഫിറ്റ് അവർ പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണ്? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. കറണ്ട് ടാക്സും ഉണ്ട്, ഡെഫേർഡ് ടാക്സും ഉണ്ട്. എന്തിന്? ഇൻകം ടാക്സിന്. ആസ് പെർ ദ അക്രൂവൽ കൺസെപ്റ്റ്, income tax must be accrued in the accounting period in which the income is earned. Similarly, tax benefit must be recorded in the accounting period which expenses are incurred. However, tax payable is calculated in accordance with the applicable tax law, that is Income Tax Act 1961. ഇൻകം ടാക്സ് ആക്റ്റിൽ നമ്മൾ ഐറ്റംസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ കാൽക്കുലേഷൻ പർപ്പസിന് എടുക്കുന്നത് അക്രൂവൽ ബേസിസിലാണ്, ക്യാഷ് ബേസിസിലല്ല. അക്രൂവൽ ബേസ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണോ അത് ഏൺ ചെയ്തിട്ടുള്ളത്, റിസീവ് ചെയ്ത് നോക്കുന്നില്ല, നമ്മൾക്ക് ഇൻകം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഏൺ ചെയ്ത് അല്ലെങ്കിൽ ഇൻക്വയർ ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ റെക്കോർഡ് ചെയ്യും. അതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. പിന്നെ ടാക്സ് പേയബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ്. അതാണ് ഇത്രയാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, Ind AS 12ൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു പ്രിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻകം ടാക്സ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. എന്തിന്? ഇൻകം ടാക്സിന് വേണ്ടുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് Ind AS 12ൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സാധ്യതകളാണ്, അല്ലേ? ദെൻ ഏതൊക്കെ ഏരിയാസിൽ ടാക്സ് ഈ Ind AS 12 ആപ്ലിക്കബിൾ ആണ്, എന്നാൽ ഏതൊക്കെ ഏരിയാസിൽ ഇത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സ്കോപ്പ് നോക്കാം. ദ സ്റ്റാൻഡേർഡ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻ ടു അക്കൗണ്ടിങ് ഫോർ all income taxes including domestic, foreign and withholding taxes as well as the income tax consequence of dividend payment. അപ്പോൾ ഈ ഒരു Ind AS 12 എന്നുള്ളത് ഡൊമസ്റ്റിക് ടാക്സിലും ഫോറിൻ ടാക്സിലും വിത്ത് ഹോൾഡിംഗ് ടാക്സിലും ഒക്കെ അപ്ലിക്കബിൾ ആണ്. അതേപോലെ ഡിവിഡൻറ്റ് പേയ്മെൻറ്റിലും
എന്തുണ്ട്, ഇൻകം ടാക്സിൻ്റെ ഈ ഒരു Ind AS 12 എന്ന് പറയുന്ന ലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അപ്ലിക്കബിൾ ആണ്. എന്നാൽ അപ്ലൈ ചെയ്യാത്ത കുറച്ച് ഏരിയാസ് ഏതൊക്കെയാണ്? അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്. ഗവൺമെൻറ് ഗ്രാൻറ്റ്സിന് ഇതെന്തല്ല, അപ്ലിക്കബിൾ അല്ല. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് ക്രെഡിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടാക്സ് ക്രെഡിറ്റിനും ഇത് അപ്ലിക്കബിൾ അല്ല. ഇനി Ind AS 12 പ്രകാരം കുറച്ച് ഡെഫിനിഷൻസ് ആണ്, നമ്മൾ കുറച്ച് ടെർമിനോളജീസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് പ്രോഫിറ്റ്. Accounting profit is the net profit or loss for a period before deducting tax expense. ടാക്സ് എക്സ്പെൻസ് കുറക്കുന്നതിന് മുന്നേയുള്ള ലോസ് ഓഫ് പ്രോഫിറ്റ്, അതാണ് എന്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കണ്ടെത്തുന്നതാണ്. കമ്പനീസ് ആക്ട് 2013 1956 അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കണ്ടെത്തുന്നതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ടാക്സ് എക്സ്പെൻസ് കുറക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ്. ദെൻ taxable profit. Taxable profit is the profit for a period determined in accordance with the rules established by the taxation authorities based on which income tax are payable. നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ചിട്ട് ടാക്സ് അതോറിറ്റീസ് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന പ്രോഫിറ്റാണ് ടാക്സബിൾ പ്രോഫിറ്റ്. ഓക്കെ, ഇതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, ടാക്സ് പേ ആവുക. അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ബേസിലല്ല, ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. നെക്സ്റ്റ് വേറൊരു ടെർമിനോളജിയാണ് ടാക്സ് എക്സ്പെൻസ്. ടാക്സ് എക്സ്പെൻസ് ഫോർ എ പീരിയഡ് ഈസ് ദ ടോട്ടൽ ഓഫ് കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. ഒരു പീരിയഡിൽ ടാക്സ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും ഇതിൻ്റെ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന് കറണ്ട് ടാക്സ്. കറണ്ട് ടാക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഓൺ ദ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ മേലെ നമുക്ക് എത്ര ഇൻകം ടാക്സ് ആണോ പേ ചെയ്യാനായിട്ടുള്ളത് അതാണ് കറണ്ട് ടാക്സ്. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, റെക്കഗ്നിഷൻ ഓഫ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് അസെറ്റ്. അല്ലേ, റെക്കഗ്നിഷൻ ഓഫ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് അസെറ്റ്, അതായത് കറണ്ട് ടാക്സ് ലയബിലിറ്റിയും അസറ്റും എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അക്കോർഡിംഗ് ടു Ind AS 12, എനി അൺപെയ്ഡ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ കറൻറ്റ് ഓർ പ്രയർ പീരിയഡ് ഷുഡ് ബി റെക്കഗ്നൈസ് ലയബിലിറ്റി. നമ്മളിപ്പോൾ ഉള്ള ഈ കറൻറ്റ് പീരിയഡിൽ അല്ലെങ്കിൽ മുന്നത്തെ വർഷങ്ങളിൽ നമ്മൾ കൊടുക്കാനുള്ള ടാക്സ് എമൗണ്ടിനെയാണ്, അൺപെയ്ഡ് ടാക്സിനെയാണ് എന്ത് പറയുന്നത്, ലയബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇഫ് ദ ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കറൻറ്റ് ആൻഡ് പ്രയർ പീരിയഡ് എക്സീഡ്സ് ദ എമൗണ്ട് ഡ്യൂ ഫോർ ദോസ് പീരിയഡ് ദ എക്സസ് ഷാൾ ബി റെക്കഗ്നൈസ്ഡ് ആസ് എസെറ്റ്. ഇപ്പോൾ ഉള്ള ഈ കറൻറ്റ് പീരിയഡിൽ അല്ലെങ്കിൽ മുന്നത്തെ വർഷങ്ങളിൽ നമ്മൾ കൊടുത്ത ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഡ്യൂ ആയതിനേക്കാളും കൂടുതലാണെങ്കിൽ അതാണ് നമ്മുടെ ടാക്സ് അസെറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ടാക്സ് ലയബിലിറ്റിയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, പിന്നീട് കൊടുത്ത് തീർക്കണം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഡ്യൂ ആയതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടാക്സ് അസെറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ 2020 A Limited had taxable profit of rupees 2,20,000. In the previous year, income tax on 2019, profit had been estimated as 60,000 rupees. Any under or over payments are not settled until the following year's tax payment due. What would be the tax payable and the charge for 2020 if the tax due on 2019 profits are subsequently agreed with the tax authorities as 70,000 and 50,000? Assume there is a 30% tax rate. Calculate tax liability. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. 2020 A Limited എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ ടാക്സബിൾ പ്രോഫിറ്റായിട്ട് 2,20,000 രൂപയാണുള്ളത്. എന്നാൽ പ്രീവിയസ് ഇയറിൽ അതിൻ്റെ ടാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻകം ടാക്സ് കൊടുത്തത് എത്രയായിരുന്നു, 60,000 രൂപയായിരുന്നു. എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചത് എത്രയായിരുന്നു, 60,000 രൂപയായിരുന്നു. അല്ലേ, 60,000 ആണ്. ഇനി വാട്ട് വുഡ് ബി ദ ടാക്സ് പേയബിൾ ടാക്സ് ഫോർ 2020. 2020 നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. 19 എസ്റ്റിമേറ്റ് ടാക്സും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ 2020 എത്രയായിരിക്കും, അതായത് 2019 കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും, അതായത് 2019
എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ എത്ര വെച്ചു എന്നാൽ ടാക്സ് അതോറിറ്റി പറയുകയാണ് ഫസ്റ്റ് കേസിൽ 70,000 നമ്മളോട് പറഞ്ഞു ഇത്രയാണ് ടാക്സ് പേയബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് 50,000 ഈ രണ്ട് കേസിലും എത്രയായിരിക്കും ടാക്സ് ലയബിലിറ്റി എന്ന് കാണണം. ഇവിടെ ടാക്സ് റേറ്റ് 30% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ടാക്സ് ഡ്യൂ ഓൺ 2019 ഈസ് 2019 ടാക്സ് ഡ്യൂ ആവുന്നത് 70,000 ആണെങ്കിൽ, അതായത് ടാക്സ് അതോറിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 70,000 ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും ടാക്സ് ഡ്യൂ ഓൺ 2020 ഡ്യൂ ആവുന്നത് എത്രയാണ്? 2,20,000 മേലെ ടാക്സ് റേറ്റ് കാണാം അല്ലേ, 30% കാണുമ്പോൾ 66,000 കിട്ടും. ദെൻ പിന്നെ നമ്മൾ 2019 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്, കമ്പനി എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ച എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 60,000 ആയിരുന്നു. പക്ഷേ അതോറിറ്റി എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചത് എത്രയാണ്? 70,000 അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം? ഈ 2020 പ്രോഫിറ്റിൻ്റെ കൂടെ ടാക്സബിൾ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ 10,000 ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ, അതായത് 70,000 ആണ് ടാക്സ് അതോറിറ്റി ഡ്യൂ ആക്കിയിട്ടുള്ള ടാക്സ് എമൗണ്ട് എങ്കിൽ നമുക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 76,000 ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? 50,000 ആണ് 2019 ടാക്സ് എന്ന് പറഞ്ഞ് ടാക്സ് അതോറിറ്റി ഡ്യൂ ആക്കിയിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ്? 2020 ടാക്സബിൾ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല. എത്രയാണ്? 66,000 തന്നെയാണ്. 2,20,000 മേലെ 30% കാണാം. അങ്ങനെ 66,000 കിട്ടും. എന്നിട്ട് നോക്കാം, നമ്മൾ എസ്റ്റിമേറ്റ്, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2019 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 60,000 ആണ്. പക്ഷേ ഇവിടെ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് 50,000 അടച്ചാൽ മതി എന്നാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് 10,000 കൂടുതലാണല്ലോ, അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നേരത്തെ കേസിൽ നമ്മൾ 10,000 കുറവായിരുന്നു, 10,000 നമ്മൾ ആഡ് ചെയ്തെടുത്തു. രണ്ടാമത്തെ കേസിൽ 10,000 എന്താണ്? കൂടുതലാണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ 50,000 രൂപ ടാക്സ് അതോറിറ്റി ഡ്യൂ ആക്കിയിട്ടുള്ള കേസിൽ നമുക്ക് ലയബിലിറ്റി വരുന്നത് എത്രയാണ്? 56,000 ആണ്. ഇങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഒരു ടേമാണ് ടാക്സ് ബേസ്. ടാക്സ് ബേസ് ഈസ് ദ എമൗണ്ട് at which the asset or liabilities is valued for tax purpose by tax authorities. ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ടാക്സ് അതോറിറ്റീസ് വാല്യൂ ചെയ്തെടുക്കുന്ന അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് ബേസ്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് കേസിലും 70,000 ആൻഡ് 50,000 എന്ന് പറഞ്ഞിട്ട് തന്നില്ലേ ടാക്സ് അതോറിറ്റി വാല്യൂ ചെയ്തതിന്? ആ എമൗണ്ടാണ് ടാക്സ് ബേസ്. ഓക്കെ. സിംപ്ലി ടാക്സ് ബേസ് ഈസ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റീസ്. അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ടാക്സബിൾ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും തീരുമാനിക്കുക ടാക്സ് അതോറിറ്റിയാണ്. ഇനി എക്സാമ്പിൾസ് ഡിറ്റർമിനിങ് ടാക്സ് ബേസ് ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ ടാക്സ് ബേസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. എ മെഷീൻ കോസ്റ്റ് ഈസ് 10,000 റുപ്പീസ് അല്ല. ഒരു മെഷീൻ്റെ കോസ്റ്റ് എത്രയാണ്? 10,000 രൂപയാണ്. ബുക്ക് വാല്യൂ ഓഫ് ദ മെഷീൻ ഈസ് 8,000. ബുക്ക് വാല്യൂ എത്രയാണ്? 8,000 ആണ്. അതായത് കോസ്റ്റ് ഓഫ് മെഷീനറി 10,000 അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 2,000 അല്ലേ. അപ്പോൾ 2,000 എന്ത് ചെയ്തു? കുറച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫോർ ടാക്സ് പർപ്പസ് ഡിപ്രീസിയേഷൻ ഓഫ് 3,000 ഹാസ് ആൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഇൻ ദ കറണ്ട് ആൻഡ് പ്രയർ പീരിയഡ്. അതായത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3,000 ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിമൈനിങ് ക്യാരിയിങ് എമൗണ്ട് ഓഫ് 7,000 വിൽ ബി ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ പീരീഡ്. ഫ്യൂച്ചർ പീരീഡിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് പിന്നെ എത്രയാണ്? 7,000 രൂപയാണ്. either as depreciation or through a reduction on disposal. What is the tax base of the machine? അപ്പോൾ ഈ കേസിൽ മെഷീൻ്റെ ടാക്സ് ബേസ് എത്രയാണെന്ന് നോക്കാം. ശരിക്കും ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ടാണ് ടാക്സ് ബേസ്. സിംപ്ലി അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് മെഷീൻ്റെ ടാക്സ് ബേസ് ആയിട്ട് വരുന്നത് 7,000 രൂപയാണ്. കാരണം ഓൾറെഡി നമുക്ക് ഫ്യൂച്ചറിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 7,000 ആണ്. This is the amount that will be deductible in future period for tax purpose against any taxable economic benefit that will flow to the entity when it recovers the carrying amount of the asset. ഇത്രയേ ഉള്ളൂ. സിംപ്ലി ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്?
ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള എമൗണ്ട് അല്ലെ, ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ടാക്സ് അതോറിറ്റീസ് കണ്ടെത്തുന്ന ഫ്യൂച്ചർ പീരീഡിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് നോക്കുക. ഇൻട്രസ്റ്റ് റിസീവബിൾ ഹാസ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100 അല്ലേ. ഇൻട്രസ്റ്റ് റിസീവബിളിന് ഒരു ക്യാരിയിങ് എമൗണ്ട് എത്രയുണ്ട്, 100 രൂപയാണ്. ഇൻട്രസ്റ്റ് റിസീവബിളിൻ്റെ ക്യാരിയിങ് എമൗണ്ട് 100 രൂപയാണ്. ദ റിലേറ്റഡ് ഇൻട്രസ്റ്റ് റവന്യൂ വിൽ ബി ടാക്സ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ്. ഇൻട്രസ്റ്റ് റവന്യൂ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, ക്യാഷ് ബേസിലാണ്, അക്രൂഡ് ബേസിലല്ല, ക്യാഷ് ബേസിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടാക്സിലെ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അക്രൂവൽ ബേസിലാണ്, അല്ലാതെ ക്യാഷ് ബേസിലല്ല. എന്നാണോ ഏൺ ചെയ്തത് അന്ന് തന്നെ റെക്കോർഡ് ചെയ്യും, അല്ലാതെ ക്യാഷായിട്ട് റിസീവ് ചെയ്താലല്ല റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ ടാക്സ് ബേസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ്? ഇൻട്രസ്റ്റ് റിസീവ്ഡിൻ്റെ ടാക്സ് ബേസ് എത്രയാണെന്ന് നോക്കാം. അതിൻ്റെ ആൻസർ നോക്കുക. ദ ടാക്സ് ബേസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് നിൽ. ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡിനുള്ള ടാക്സ് ബേസ് നില്ലാണ്. എന്താണ് കാരണം? ദ ഇൻകം ഈസ് ചാർജബിൾ ഓൺ ക്യാഷ് ബേസിസ്, ഹെൻസ് ദർ വുഡ് ബി നോട്ട് ബി എനി ഇൻട്രസ്റ്റ് റിസീവബിൾ സ്റ്റാൻഡിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് നടത്തുന്നത്, ടാക്സ് ചെയ്യുന്നത് ഏത് ബേസിലാണ്, ക്യാഷ് ബേസിലാണ്. അപ്പോൾ ഏതൊരു അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെയും ടാക്സ് എന്ന് പറയുന്നത്, എമൗണ്ട് ടാക്സ് ചെയ്യുന്നത് ക്യാഷ് ബേസിലാണെങ്കിൽ അതിന് ടാക്സ് ബേസ് ഉണ്ടാവില്ല. ക്യാഷ് ബേസിലാണെങ്കിൽ അതിന് ടാക്സ് ബേസ് നില്ലായിരിക്കും, ഉണ്ടാവില്ല, 0 ആയിരിക്കും. ഓക്കെ, അക്രൂഡ് ബേസിലാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ടാക്സ് ബേസ് ഉണ്ടാവുള്ളൂ. ക്യാഷ് ബേസിലാണ് ട്രീറ്റ്മെൻ്റ് എങ്കിൽ എന്തുണ്ടാവില്ല, ടാക്സ് ബേസ് ഉണ്ടാവില്ല, ടാക്സ് ബേസ് നില്ലായിരിക്കും. ഇത് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്, ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ടാക്സിൻ്റെ അസറ്റ് അല്ലെ, അസറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതായിരുന്നു. ഇനി ലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കാം. കറൻറ്റ് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് എക്സ്പെൻസസ് which carrying amount of ₹100, the related expense has already been deducted for tax purpose on a cash basis. What is the tax base of the accrued expense? നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് കറൻറ്റ് ലയബിലിറ്റീസ്, അതായത് അക്രൂഡ് എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കറൻറ്റ് ലയബിലിറ്റീസിന് എന്തുണ്ട്, 100 രൂപയാണ് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ ബേസിലാണ്, ക്യാഷ് ബേസിലാണ്. അപ്പോൾ നമുക്കറിയാം ലയബിലിറ്റി ആണെങ്കിലും അസറ്റ് ആണെങ്കിലും ക്യാഷ് ബേസിൽ ഡിഡക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സേഷൻ നടത്തിയത് ക്യാഷ് ബേസിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ടാക്സ് ബേസ് ഇല്ല, ടാക്സ് ബേസ് നില്ലായിരിക്കും. സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ടാക്സ് ബേസ് ഓഫ് ദ അക്രൂഡ് എക്സ്പെൻസസ് നിൽ. ഇവിടുത്തെ അക്രൂഡ് എക്സ്പെൻസിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്, നില്ലാണ്. എന്നാൽ അക്രൂഡ് ബേസിലാണ് എങ്കിൽ ഇതെന്തായിരിക്കും, എമൗണ്ട് ഉണ്ടാവും അല്ലേ, ക്യാരിയിങ് എമൗണ്ട് എത്രയാണോ അത് തന്നെ ആയിരിക്കും എൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ക്യാഷ് ബേസിസിലാണ് അക്രൂഡ് എക്സ്പെൻസിൻ്റെ ടാക്സേഷൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്തില്ല, ടാക്സ് ബേസ് ഇല്ല, ടാക്സ് ബേസ് നിൽ ആയിരിക്കും. രണ്ടാമത്തെ നോക്കൂ. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് ഫൈൻസ് ഉൾപ്പെടെയുള്ള കറണ്ട് ലയബിലിറ്റീസിന് ആൻഡ് പെനാലിറ്റീസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. അതായത് ഫൈനും പെനാലിറ്റിയും ഉൾപ്പെടുന്ന കറണ്ട് ലയബിലിറ്റീസിന് എന്താണുള്ളത്, 100 രൂപ ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്. ആൻഡ് ദ പെനാലിറ്റീസ് ആർ നോട്ട് ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ്. പെനാലിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല, ടാക്സ് പർപ്പസിന് വേണ്ടി ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ദ ടാക്സ് ബേസ് ഓഫ് ദ അക്രൂഡ് ഫൈൻസ് ആൻഡ് പെനാലിറ്റി? അപ്പോൾ അക്രൂഡ് ഫൈൻസിൻ്റെയും പെനാലിറ്റീസിൻ്റെയും ടാക്സ് ബേസ് എത്രയായിരിക്കും? ഇവിടെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണോ അത് തന്നെയാണ് എന്ത്, ടാക്സ് ബേസ്. ഓക്കെ, ഇനിയിപ്പോൾ ക്യാഷ് ബേസിലാണ് എന്നാണ് ടാക്സേഷൻ നടക്കുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല, ടാക്സ് ബേസ് ഉണ്ടാവില്ല. ഇവിടെ എന്തെന്ന് അങ്ങനെ ക്യാഷ് ബേസിലാണ് നടക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യാം, ഇവിടെ അക്രൂവൽ ബേസിലാണ് ടാക്സേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, ടാക്സ് ബേസ് ഉണ്ട്. ഇതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് തന്നെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. നോക്കാം. ഇനി ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്, ശ്രദ്ധിക്കുക. സം ഐറ്റംസ് ഹാവ് എ ടാക്സ് ബേസ് ബട്ട് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് അസറ്റ്. ചില ഐറ്റത്തിന് ടാക്സ് ബേസ് ഉണ്ടാവും, പക്ഷെ അത് അസറ്റ് ആയിട്ടോ ലയബിലിറ്റി ആയിട്ടോ എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു ഐറ്റത്തിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസ്. ഓക്കെ, ദ നെക്സ്റ്റ്, ഡിഫറൻസ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റും
ടാക്സബിൾ പ്രോഫിറ്റ് നമ്മൾ ഡിഫറൻസ് അവിടെ നോക്കുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നതാണ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് തരത്തിലാണ്, പെർമനൻറ്റ് ഡിഫറൻസ് ആൻഡ് ടെമ്പററി ഡിഫറൻസ്. അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഫോം ദ ബേസിസ് ഫോർ കമ്പ്യൂട്ടിങ് ടാക്സബിൾ പ്രോഫിറ്റ്. ഈ ടാക്സബിൾ പ്രോഫിറ്റിന് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റാണ്. നമുക്കറിയാം അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാത്ത നെറ്റ് പ്രോഫിറ്റിനെയാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ബേസ് വേണ്ടേ, ആ ബേസാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിന് ബേസ് ഉണ്ടാക്കുന്നതാണ് എന്ത്? അക്കൗണ്ടിങ് പ്രോഫിറ്റ്, ഓൺ വിച്ച് ടാക്സ് ലയബിലിറ്റി ഫോർ ദ ഇയർ ഈസ് കാൽക്കുലേറ്റഡ്. അതായത് ഈ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇയറിലെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് പ്രോഫിറ്റിൻ്റെ മേലെയാണോ ആ പ്രോഫിറ്റാണ് ടാക്സബിൾ പ്രോഫിറ്റ്. എന്നാൽ ഈ ടാക്സബിൾ പ്രോഫിറ്റിനൊരു ബേസ് വേണം, ആ പ്രോഫിറ്റാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഹൗഎവർ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ് ആർ ഡിഫറെൻറ്റ്. ദർ ആർ ടു റീസൺസ് ഫോർ ദ ഡിഫറൻസ്. ഈ ഡിഫറൻസിന് രണ്ട് റീസൺ ഉണ്ട്, പെർമനൻറ്റ് ഡിഫറൻസ് ആൻഡ് ടെമ്പററി ഡിഫറൻസ്. എന്താണ് പെർമനൻറ്റ് ഡിഫറൻസ്? സ്ഥിരമായിട്ടുള്ള വ്യത്യാസമാണ് അല്ലേ. നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ സെർട്ടൻ ഐറ്റംസ് ഓഫ് റവന്യൂ ഓർ എക്സ്പെൻസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്. ചില ഐറ്റംസ്, ചില റവന്യൂസ്, ചില എക്സ്പെൻസൊക്കെ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടാവും, എന്നാൽ അത് ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നതാണ് എന്ത്? ഇങ്ങനെ വരുന്നതാണ് പെർമനൻറ്റ് ഡിഫറൻസ് അല്ലേ. അപ്പോൾ എന്തുണ്ടാവും? അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റിൻ്റെയും എമൗണ്ടുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുത്ത ചില ഐറ്റംസ്, റവന്യൂസ് ആൻഡ് എക്സ്പെൻസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എക്സ്പെൻസ്, പിന്നെ അതേപോലെ ഡൊണേഷൻ. രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതേപോലെ ഡൊണേഷനും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. ഓക്കെ, അതാണ് പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നോക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് മെ നോട്ട് ബി അലവബിൾ ഫോർ ടാക്സ് പർപ്പസ്. ടാക്സ് പർപ്പസിന് എന്തില്ല? എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് അലവബിൾ അല്ല. ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് ഡൊണേഷൻ വിച്ച് ഈസ് അലവബിൾ അണ്ടർ സെക്ഷൻ 80G. 80G പ്രകാരം എന്താണ്? ഡൊണേഷൻ അലവബിൾ ആണ്. എന്നാൽ ചില ഐറ്റംസ് എന്തില്ല? അലവബിൾ അല്ല, ചില ഐറ്റംസ് അലവബിൾ ആണ്. ഇതാണ് എന്ത് പറയുന്നത്? പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡു നോട്ട് റിവേഴ്സ് സബ്സിക്വൻ്റ്ലി ദേ റിമെയിൻ പെർമനൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായാൽ അതൊരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാനോ സെറ്റിൽ ചെയ്യാനോ പറ്റില്ല ഫ്യൂച്ചറിൽ. അതെന്താണ്? അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. നെക്സ്റ്റ്, ടെമ്പററി ഡിഫറൻസ്. ടെമ്പററി ഡിഫറൻസ് നോക്കാം. ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ അസറ്റ് ഓർ ലയബിലിറ്റി ആസ് പെർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫർ ഫ്രം ഇറ്റ്സ് ടാക്സ് ബേസ് ഈസ് കോൾഡ് ടെമ്പററി ഡിഫറൻസ്. ഒരു അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ക്യാരിയിങ് എമൗണ്ട് അല്ലെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള ക്യാരി എമൗണ്ട് അതിൻ്റെ ടാക്സ് ബേസുമായിട്ട് എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നതാണ് ടെമ്പററി ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടാക്സിൻ്റെയും ലയബിലിറ്റിൻ്റെയും ക്യാരിങ് അക്രൂവൽ ബേസിലുള്ള ടാക്സിൻ്റെയും ലയബിലിറ്റിൻ്റെയും ക്യാരിങ് എമൗണ്ട് അതിൻ്റെ ടാക്സ് ബേസിന് ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരാറുണ്ട്. അതാണ് ടെമ്പററി ഡിഫറൻസ്. സ്ഥിരമായിട്ടുള്ളതല്ല, അത് താൽക്കാലികമായിട്ടുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ റിക്കവർ ചെയ്തോ സെറ്റിൽ ചെയ്തോ എടുക്കാവുന്നതാണ്. ആൻഡ് ദ ടാക്സബിൾ പ്രോഫിറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ബിക്കോസ് ഡിഫറൻസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആൻഡ് കമ്പനീസ് ആക്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിഫറൻസ് വരാനുള്ള ചാൻസ്, അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസം വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരവും ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വ്യത്യസ്തമായ രീതിയിലാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ രണ്ട് പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ്, ടെമ്പററി ഡിഫറൻസിനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. പഠിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. താങ്ക് യു.